ഫിയർ ഓഫ് ലോസിങ്. ട്രേഡിങ്ങിൽ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫിയർ, അല്ലേ? അതായത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു എക്സ്റ്റെൻറ്റ് വരെ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലൈഫിലോട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ തോറ്റിട്ട് തന്നെയല്ലേ ഇവിടെ വരെ എത്തിയത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂൾ കാലഘട്ടം തൊട്ട് എടുത്താൽ തന്നെ എത്രയോ ടെസ്റ്റുകളിൽ നമ്മൾ തോറ്റിരിക്കുന്നു. ജീവിതത്തിൻ്റെ തന്നെ എന്തെല്ലാം ഘട്ടങ്ങളിൽ നമ്മൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ജീവിതത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ട്രേഡിങ്ങിൽ ഇടയ്ക്കൊന്ന് ഫെയിലാകുന്നതിൽ പ്രശ്നമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലെന്ന് തന്നെയാണ്. ഇടയ്ക്കൊന്ന് ഫെയിലായാലേ ശരിക്കും സക്സസ് വരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എത്രത്തോളം നമ്മൾ ലോസ് ചെയ്യും എന്ന് നമ്മൾ ഫിയർ ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ എന്തിനാണോ കൂടുതൽ ഭയക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ മനസ്സിൽ വിചാരിക്കുന്നത്, അതിനായിരിക്കും നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യും. നിങ്ങൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിക്കും, എപ്പോഴും നിങ്ങൾക്ക് നഷ്ടം വരും, നിങ്ങൾ തുടങ്ങുന്നതെല്ലാം നഷ്ടത്തിലേക്ക് അവസാനിക്കും എന്ന രീതിയിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലെത്താനാണ് പോസിബിലിറ്റി കൂടുതൽ. സോ എന്ത് ചെയ്യുക? തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡറാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്കില്ല, അതായത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം പ്രോഫിറ്റാണ് കിട്ടുന്നത്. മന്ത്ലി പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു ട്രേഡറാണ്, മന്ത്ലി കൺസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രേഡറാണ്. ഈ രീതിയിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ വരുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച്. അതായത് മൈൻഡ് സെറ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെയും ബാക്കിയുള്ള കാര്യങ്ങളെ ചേഞ്ച് ആവും. കാരണം ഇത് പേഴ്സണലി ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്.